Hi, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിന്റെ അഥവാ ഖാദി ബോർഡ് LDC പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ 202 ബാർ 2023. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മീററ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 നടന്ന കലാപത്തെ കുറിച്ചാണ്, ഈ വിപ്ലവത്തെ കുറിച്ചാണ്. അപ്പൊ ഇത് ഏത് ടെക്സ്റ്റ് ബുക്കിലാണ്, SCRT ടെക്സ്റ്റ് ബുക്കിലെ ഏത് പാഠഭാഗത്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് 7-ലെ ക്ലാസ് 7-ലെ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിലെ ചാപ്റ്റർ 3 ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇന്ത്യ ചരിത്രത്തിനകത്ത് വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ അത് വായിക്കുന്നത് നന്നായിരിക്കും. ആ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേയുടെ തുടക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ 1857 കലാപം കൂടാതെ. അപ്പൊ അതുകൂടെ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. സന്യാസി കലാപം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇനി അടുത്ത സ്റ്റേജിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് 10-ല് സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 4, അതായത് ഹിസ്റ്ററി, അതായത് സമൂഹ പാഠം ഒന്നാം ഭാഗത്തിലാണ് വരുന്നത്, ഒന്നിലാണ് വരുന്നത്. ചാപ്റ്റർ ഹിസ്റ്ററിക്കകത്താണ് വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, ആ 2 ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. 1857 ഇതിന് വിവിധ പേരുകളാണുള്ളത്. അതായത് 1857 കലാപത്തെ നമുക്ക് വിവിധ പേരുകൾ വിളിക്കാം. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നതും 1857 കലാപമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നത് ഏതാണ്? 1857 കലാപമാണ്. ഇത് എന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? 1857 മെയ് 10. ഓർത്ത് വെച്ചേക്കുക, സ്ഥിരം ചോദിക്കാറുണ്ട് തീയതിയും സ്ഥലവും ഒക്കെ. അപ്പൊ 1857 മെയ് 10 ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ വെച്ചായിരുന്നു? മീററ്റ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പൊ 1857 മെയ് 10 മീററ്റില് കലാപം ആരംഭിച്ചു. ഇനി വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? കാനിങ് പ്രഭു ആയിരുന്നു. വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു. 1857 മെയ് 10 മീററ്റിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. ഇനി ഇതിന്റെ ഇമ്മീഡിയറ്റ് കോസ്, അല്ലെങ്കിൽ ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള ഉടനടി കാരണം എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? 1857 കലാപം ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകളുടെ സംഭവത്തെ ചൊല്ലിയായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത്. പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? ഒരു പുതിയ എൻഫീൽഡ് റൈഫിൾ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു ബ്രിട്ടീഷുകാർ. അപ്പൊ 1857 കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം തന്നെ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകളുടെ സംഭവത്തെ ചൊല്ലിയായിരുന്നു. അതായത് പുതിയ എൻഫീൽഡ് റൈഫിളുകളുടെ വെടിയുണ്ടകളിൽ എന്തുണ്ടായിരുന്നു? പശുക്കളുടെയും പന്നികളുടെയും കൊഴുപ്പ് പുരട്ടിയതായിരുന്നു എന്നൊരു കിംവദന്തി ആ ഒരു സമയത്ത് പടർന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഉള്ള ഉടനടി കാരണം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി 1857 മാർച്ചില് ബരാക്പൂരിലെ ശിപ്പായിയായ മംഗൾ പാണ്ഡെ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് തയ്യാറാവാതിരുന്ന ആദ്യത്തെ പട്ടാളക്കാരൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു? മംഗൾ പാണ്ഡെയാണ്. അതായത് ഈ ഒരു തോക്ക് ഉപയോഗിക്കാതിരിക്കാൻ തയ്യാറാവാതിരുന്ന ആദ്യത്തെ ശിപ്പായി എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പട്ടാളക്കാരൻ ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു? മംഗൾ പാണ്ഡെയാണ് ഇതിനെതിരെ വിസമ്മതിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യ രക്തസാക്ഷി 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. തൂക്കിലേറ്റിയ തീയതി ഓർത്തിരിക്കുക, 8 ഏപ്രിൽ 1857. ഏപ്രിൽ 8 1857. തൂക്കിലേറ്റിയ ഡേറ്റ് ഏപ്രിൽ 8 1857. ഇനി ഏത് റെജിമെന്റിലെ അല്ലെങ്കിൽ ഏത് സൈനിക വിഭാഗത്തിലായിരുന്നു ചോദിക്കാറുണ്ട് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. ഏത് റെജിമെന്റിലെ പട്ടാളക്കാരനാണ്? അപ്പൊ 34-ാം റെജിമെന്റിലെ ശിപ്പായി ആയിരുന്നു ആരെന്ന് പറയുന്നത്? മംഗൾ പാണ്ഡെ. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. ഓക്കെ, അപ്പൊ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരുന്നു. തൂക്കിലേറ്റിയ ഡേറ്റ് 8 ഏപ്രിൽ 1857. 34-ാം റെജിമെന്റിലെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ പട്ടാളക്കാരനായിരുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് ആരാണ്? റാണി ലക്ഷ്മിബായി. ഓക്കെ, അപ്പം റാണി ലക്ഷ്മിബായി ഒക്കെ ഈ കലാപത്തിന് ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത് ഉത്തരന്റെ അവകാശം വാദമൊക്കെ അംഗീകരിക്കാതെ വന്നതിലൊക്കെയാണ് ഈ ഒരു റീസൺ എന്ന് പറയുന്നത്. റാണി ലക്ഷ്മിബായി ഒക്കെ വന്നതിന്. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റാണി ലക്ഷ്മിബായിയെ കുറിച്ച്. കൊല്ലപ്പെട്ട
തീയതി 18 ജൂൺ 1858. 57 58 ഓർത്തിരിക്കുക. 1858. 18 ജൂൺ 1858. അപ്പൊ ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? റാണിക്ക് 8ന്റെ പണി കിട്ടിയ തീയതി അല്ലെങ്കിൽ ഡേറ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. റാണിക്ക് 8ന്റെ പണി കിട്ടിയ ഡേറ്റ് 8 ഓർത്തിരിക്കുക. 18 ജൂൺ 1858. ഓക്കെ. ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്? ഹ്യൂഗ്രോസുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി കൊല്ലപ്പെട്ടത്. റാണി ലക്ഷ്മിബായി കൊല്ലപ്പെട്ട തീയതി 18 ജൂൺ 1858. ഹ്യൂഗ്രോസുമായിട്ടുള്ള യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കാറുണ്ട്. ഗോളിയോറിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. ഗോളിയോറിൽ വെച്ചിട്ടാണ് ആര് കൊല്ലപ്പെട്ടത്? റാണി ലക്ഷ്മിബായി കൊല്ലപ്പെട്ടത്. ഇനി ആരാണ് ഝാൻസി റാണി ദ ബെസ്റ്റ് ആൻഡ് ദ ബ്രേവസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്? ദ ബെസ്റ്റ് ആൻഡ് ദ ബ്രേവസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ്രോസ് ആണ് റാണി ലക്ഷ്മിബായിയെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? ദ ബെസ്റ്റ് ആൻഡ് ദ ബ്രേവസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം ഓർത്തിരിക്കാം, മണികർണിക. മണികർണികയായിരുന്നു ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. അപ്പൊ ഈ സ്ലൈഡിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടനടി കാരണം ഓർത്തിരിക്കാം. പിന്നെന്താണ്? മംഗൾപാണ്ഡെയാണ് ആദ്യമായിട്ട് തയ്യാറാവാതിരുന്നത്. ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന മംഗൾപാണ്ഡെയായിരുന്നു. തൂക്കിലേറ്റിയ തീയതി ഓർത്തിരിക്കുക. റാണി ലക്ഷ്മിബായി കൊല്ലപ്പെട്ട തീയതി 18 ജൂൺ 1858. ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ്? ഹ്യൂഗ്രോസ് ആണ് റാണി ലക്ഷ്മിബായിയെ ദ ബെസ്റ്റ് ആൻഡ് ദ ബ്രേവസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. ഇനി ഈ ഒരു റിവോൾട്ടിലെ ലീഡേഴ്സ് നേതൃത്വം നൽകിയത് കലാപസ്ഥലവും അവിടുത്തെ നേതാക്കന്മാരും. ഓക്കെ. ബഹദൂർ ഷാ രണ്ടാമൻ 1857 ചക്രവർത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ എന്നും പറയാറുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഓക്കെ. അപ്പൊ 1857 കലാപത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഷെഹൻഷാഹി ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഷെഹൻഷാഹി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. നാട് കടത്തിയത് എങ്ങോട്ടായിരുന്നു? റെങ്കൂണിലേക്കാണ് അവസാനം ആരെ നാട് കടത്തിയെ? റെങ്കൂൺ. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ഓക്കെ. നാട് കടത്തിയത് ഏതൊക്കെയായിരുന്നു? റെങ്കൂണിലേക്ക്. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു 1857 കലാപത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഷെഹൻഷാഹി അല്ലെങ്കിൽ ഷെഹൻഷാഹി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഇനി ഡൽഹിയിൽ ആരൊക്കെയാണ്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ടേബിൾ ആണ്. അപ്പൊ ഇത് നോക്കിയേക്കാം. ഡൽഹിയിൽ ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമായിരുന്നു നേതൃത്വം നൽകിയത്. ഇനി ലക്നൗ ആണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ. ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ ആണ്. ലക്നൗ അല്ലെങ്കിൽ ഔദ് എന്ന് ചോദിക്കാറുണ്ട്. ഔദ് അല്ലെങ്കിൽ ആഗ്രയിലൊക്കെ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ ആണ്. കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പി സപ്പോർട്ട് ചെയ്തതാണ് നാനാ സാഹിബിനെ. അപ്പൊ നാനാ സാഹിബിനെ സപ്പോർട്ട് ചെയ്തത് താന്തിയ തോപ്പിയാണ്. അപ്പൊ കാൺപൂരിലെ നാനാ സാഹിബ് അല്ലെങ്കിൽ താന്തിയ തോപ്പി. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്ലൈഡ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി ഝാൻസിയില് അല്ലെങ്കിൽ ഗോളിയോറില് റാണി ലക്ഷ്മിബായി ആണ്. അപ്പൊ ഗോളിയോർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റാണി ലക്ഷ്മിബായി സഹായിച്ചതും ആരായിരുന്നു? താന്തിയ തോപ്പിയാണ്. അപ്പൊ ഝാൻസിയില് അല്ലെങ്കിൽ ഗോളിയോറില് റാണി ലക്ഷ്മിബായി ആണ്. ഇനി ബീഹാറിലാണെങ്കിൽ കൺവേഴ്സിംഗ് ആണ്. ബീഹാറില് കൺവേഴ്സിംഗ്. ഇനി ആ ഒരു സ്ഥലം ചോദിക്കുകയാണെങ്കിൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ജഗദീഷ്പൂരിലാണ് കൺവേഴ്സിംഗ്. ബീഹാറിലെ ജഗദീഷ്പൂരിലാണ് കൺവേഴ്സിംഗ്. ആരയിൽ എന്ന് നിങ്ങൾക്ക് SCRT ടെക്സ്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ആരയിൽ എന്ന് ചോദിച്ചാലും കൺവേഴ്സിംഗ് ആണ്. ഇപ്പൊ ബീഹാർ അല്ലെങ്കിൽ ജഗദീഷ്പൂർ, ആര ഇതൊക്കെ കൺവേഴ്സിംഗ് ആണ്. ഇനി ഫൈസാബാദ് ആണെങ്കിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബറൌട്ടില് ഷാമാൽ. ഇപ്പൊ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാൻ എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. ബീഹാറിൽ അല്ലെങ്കിൽ ജഗദീഷ്പൂരിലെ കൺവേഴ്സിംഗ് ആര്യ. ബറൌട്ട് ആണെങ്കിൽ ഷാമാൽ. ഝാൻസി ഗ്വാളിയാർ ആണെങ്കിൽ റാണി ലക്ഷ്മിബായി. ലക്നൗ അല്ലെങ്കിൽ ഔദ്, ആഗ്ര ബീഗം ഹസ്രത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് സപ്പോർട്ട് ചെയ്തത് താന്തിയ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി 1857 ഓരോരുത്തർ വിശേഷിപ്പിച്ചിരുന്ന ഏതൊക്കെ പേരിലാണ്, ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? VD സവർക്കർ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആയിരുന്നു. ഇനി നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് RC മജുംദാർ ആണ്. അതായത് ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ച ആരാണ്? RC മജുംദാർ. ആദ്യത്തേതോ
ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിച്ച ആരാണ്? ആർ.സി. മജുംദാർ. അപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വി.ഡി. സവർക്കർ, നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ആർ.സി. മജുംദാർ ആണ്. ശിപ്പായി ലഹള എന്ന് പറഞ്ഞ ആരാണ്? ജോൺ ലോറൻസും എൽ സ്റ്റാൻലിയും ഉണ്ട്. സ്റ്റാൻലിയും ഉണ്ട്, ലോറൻസും ഉണ്ട്. അപ്പൊ അത് നോക്കി വെച്ചാൽ ബ്രിട്ടീഷ് ചരിത്രകാരൻ, ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ എന്നാണെങ്കിൽ ജോൺ ലോറൻസും, ഇനി ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റാൻലിയും ആണ്. അപ്പൊ അത് നോക്കി വെച്ചേക്കാം. ഇനി പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞത് T.H. ഫോക്സ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞത് T.H. ഫോക്സ് ആണ്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബേറിയൻസ് എന്ന് വിശേഷിപ്പിച്ചതാണ് T.H. ഫോക്സ് ആണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. നാഷണൽ അപ്രൈസിംഗ് എന്ന് പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. അപ്പൊ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ. നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ആർ.സി. മജുംദാർ. ശിപ്പായി ലഹള എന്ന് വിശേഷിച്ച പ്രധാന ബ്രിട്ടീഷ് ചരിത്രകാരൻ ജോൺ ലോറൻസ്. ശിപ്പായി ലഹള എന്ന് വിശേഷിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എൽ സ്റ്റാൻലിയാണ്. പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞത് T.H. ഫോക്സ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ നാഷണൽ അപ്രൈസിംഗ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇന്ത്യയെ പറ്റി ഓർത്തിരിക്കാൻ 1857 കലാപത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.